നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഉപയോഗിച്ച ഓരോ വസ്തുക്കൾക്കും മഹത്വമുണ്ട്. അവിടത്തെ കരങ്ങൾ പതിഞ്ഞ ഓരോന്നിനും മഹത്വമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഷാമിൽ ഒരു യഹൂദി, ഈ യഹൂദിയുടെ പ്രത്യേകത എന്താണ്? യഹൂദികൾക്ക് ശനിയാഴ്ച ദിവസം വലിയ ബഹുമാനമുള്ള ദിവസമാണ്. ഈ യഹൂദിയായ മനുഷ്യൻ തൗറാത്ത് തുറന്നു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ 4 സ്ഥലത്ത് കണ്ടു, വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചു. കാരണം എന്താണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്ന ആളാണ്, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വെറുപ്പാണ്. തൗറാത്ത് വലിച്ചങ്ങ് കീറിക്കളഞ്ഞു. രണ്ടാമത്തെ ശനിയാഴ്ച നോക്കുമ്പോ 8 സ്ഥലത്ത് ബഹുമാനം കണ്ടു, ദേഷ്യം വന്നു, അതും അങ്ങ് കീറിപ്പറിച്ച് കത്തിച്ച് കളഞ്ഞു. മൂന്നാമത്തെ ശനിയാഴ്ചയും നോക്കുമ്പോ 12 സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കണ്ടു. പിന്നെ അദ്ദേഹം ചിന്തിച്ചു, ഇനി ഞാനിത് കീറിക്കളഞ്ഞ കാര്യമില്ല, ഇനി കീറിയാൽ മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹായിരിക്കും. അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു, ആരാണ് മുഹമ്മദ്? അനുയായികളും നേതാക്കളും പറഞ്ഞു, കദ്ദാബുൻ, കള്ളം പറയുന്ന ആളാണ്. ഖൈറുൽ ലക അല്ലാ തറാഹു വലാ യറാക്, നീ അയാളെ കാണാൻ പോകണ്ട, അദ്ദേഹം നിന്നെയും കാണണ്ട. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ബിഹഖി തൗറാത്തി മൂസാ ലാ തംനഊനി മിൻ സിയാറത്തിഹി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ട തൗറാത്ത് മുൻനിർത്തി ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹത്തിനെ കാണുന്നതിനെ നിങ്ങൾ തടയരുത്. ഫഅദ്നൂ ലഹു, അങ്ങനെ നേതാക്കളും കുടുംബക്കാരും നാട്ടുകാരും അദ്ദേഹത്തിന് സമ്മതം കൊടുത്തു. വാഹനം കയറി രാവും പകലും യാത്ര ചെയ്തു. മദീനയുടെ ചാരത്തെത്തി. എന്തിൽ കണ്ടത് മഹാനായ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന് തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതായിരിക്കുമെന്ന്. കാരണം തൗറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈ മനുഷ്യൻ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട ദിവസങ്ങൾക്ക് 3 ദിവസങ്ങൾ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയി. സ്വഹാബാക്കൾ മുഴുവനും സങ്കടത്തിലാണ്. ഈ മനുഷ്യൻ ചോദിക്കുന്നു, നിങ്ങളാണോ മുഹമ്മദ്? ചോദിക്കുമ്പോഴേക്കും സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. പറയുന്നു, അന അബ്ദുഹു, ഞാൻ നബിയല്ല, അവിടത്തെ അടിമയാണ്. അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് അശ്റാഖയിൽ നമ്മൾ ചൊല്ലുന്നില്ലേ, ഓ നബിയേ, അവിടത്തെ അടിമകളാണ് ഞങ്ങള്, അവിടത്തേക്ക് എന്ത് സേവനം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം നബിയേ. അങ്ങനെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. യഹൂദിയുടെ അടുത്ത ചോദ്യം, ഐന ഹുവ, ആ മുഹമ്മദ് നബി എന്തിയെ? സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അത് കേൾക്കേണ്ട താമസം മനുഷ്യൻ തിരിച്ചു പോകും. അവിടുന്ന് ഒരു ഹിക്മത്ത് പ്രയോഗിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ, കളവാകുമല്ലോ. ഉടനെ തന്നെ മഹാനവറുകൾ പറഞ്ഞു, തുആൽ മഈ, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോകാം. നേരെ പള്ളിയിലേക്ക് ചെന്നു. സഹാബാക്കൾ മുഴുവനും സങ്കടത്തിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്ന് കരുതി മനുഷ്യൻ അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ മുഴുവനും അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. അവര് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? മൻ അന്ത, ഞങ്ങളുടെ മനസ്സ് നിങ്ങൾ മുറിവേൽപ്പിച്ചല്ലോ, നിങ്ങൾ ആരാണ്? പൊറുക്കേണ്ടിയിരുന്ന ഞങ്ങളുടെ മുറിവ് നിങ്ങൾ വ്രണപ്പെടുത്തിയല്ലോ, നിങ്ങൾ ആരാണ്? ഈ നാട്ടുകാരനല്ലല്ലോ. 3 ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? ആ മനുഷ്യന്റെ വാചകം, വാഹുസ്ന, എന്റെ ദുഃഖമേ, വാലിയ സഫരി, എന്റെ യാത്ര വെറുതെയായി പോയല്ലോ. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ, പ്രസവിച്ചെങ്കിൽ തന്നെ തൗറാത്ത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, തൗറാത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ തൗറാത്തിൽ മുഹമ്മദ് നബിയുടെ മദ്ഹ് ഞാൻ വായിച്ചില്ലായിരുന്നെങ്കിൽ, വായിച്ചെങ്കിൽ തന്നെ ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
അടുത്ത സങ്കടപ്പെട്ടുകൊണ്ട് അടുത്ത ചോദ്യം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ അലിയുണ്ടോ ഇവിടെ? സഹാബാക്കളുടെ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു വന്നു. ഇയാൾ ചോദിക്കുന്നു, നിങ്ങളുടെ പേരെന്താണ്? അലി റളിയല്ലാഹു അൻഹു, ഞാനാണ് അലി. ഉടനെ തന്നെ യഹൂദി പറഞ്ഞു, ഇന്നി വജദ്തു ഇസ്മക ഫിത് തൗറാത്ത്, ഞാൻ നിങ്ങളുടെ പേര് തൗറാത്തിൽ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ പേര് ഞാൻ തൗറാത്തിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം. ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തവീലൻ വലാ ഖസീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല നീണ്ടതും തീരെ പൊക്കം കുറഞ്ഞതുമായ ആളല്ല. മുദവ്വറർ റഅസി, വട്ടത്തലയുള്ള ആളാണ്. വാദിഹൽ ജബീൻ, നെറ്റിത്തടം വിശാലമാണ്. അത് അജൽ ഐനൈൻ, കറുത്ത വിശാലമായ കണ്ണാണ്. അസജ്ജൽ ഹാജിബൈൻ, നേരിയ പിരികമാണ്. ഇദാ ലഹിക ഖറജൻ നൂറു മിൻ സനായാഹു, ചിരിച്ചാൽ പല്ലുകളുടെ ഇടയിലൂടെ പ്രകാശം വരുന്നു. ദാ മസ്റുബത്തി ശസ്നൽ കഫൈനി അഖ്മസൽ ഖദബൈനി അദീമൽ മസാസ്, നെഞ്ചിൽ രോമം അധികമുള്ള ആളാണ്. കാലിൽ നീര് കെട്ടിയിട്ടല്ല, നേരിയ കാലാണ്. ഒരുപാട് നല്ല സ്വഭാവങ്ങളുള്ള ആളാണ്. ബൈന കതിഫൈഹി ഖാതമുൻ നുബുവ, രണ്ട് ചുമരുകൾക്ക് ഇടയിൽ നുബുവത്തിന്റെ അടയാളമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ യഹൂദി പറഞ്ഞു, സദഖ്ത യാ അലി, ഇതുപോലെയാണ് തൗറാത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഹഖദാ നഅതുഹു ഫിത് തൗറാത്തി, തൗറാത്തിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം പറയുകയാണ്, ഹൽ ബഖിയ മിൻഹു സൗബുൻ നസുമുഹു, ഞാൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടുത്തെ ധരിച്ച വല്ല വസ്ത്രവുമുണ്ടോ, എനിക്കൊന്ന് ബറക്കത്തെടുക്കാൻ, എനിക്കൊന്ന് മണക്കാൻ. അലി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹു ചാരത്തേക്ക് വിട്ടു. സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ വാതിൽക്കൽ അകത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാത്തിമ ബീവി കരയുകയാണ്. സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു വാതിൽക്കൽ പോയി മുട്ടുന്നു. യാ ബാബ ഫഖറിൽ അംബിയാ വയാ ബാബ സൈനിൽ ഔലിയാ, വാതിൽക്കൽ മുട്ടുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വല്ലാത്ത കരച്ചിലാണ്. ഫാത്തിമ ബീവി ചോദിക്കുന്നു, യതീമക്കളുടെ വാതിൽക്കൽ മുട്ടുന്നത് ആരാണ്? ഉടനെ തന്നെ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചിട്ട് വന്നതാണ്. ഒരു യഹൂദിയായ മനുഷ്യൻ വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം ഒന്ന് തരണം. ഉടനെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സങ്കടത്തോടുകൂടി ചോദിക്കുന്നു, മനില്ലദീ യൽബിസു ജുബ്ബത അബീ, എന്റെ ഉപ്പയുടെ വസ്ത്രം ഇടാൻ അർഹതയുള്ളത് ആരാണ്? വിശദീകരിച്ചു പറഞ്ഞു കൊടുത്തു. ഷാമിൽ നിന്ന് വന്ന ആൾക്ക് ഒന്ന് ബറക്കത്തെടുക്കാനാണെന്ന് മണക്കാനാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കുപ്പായം അങ്ങ് ചുംബിച്ചുകൊണ്ട് കൊടുക്കുന്നു. ഈ കുപ്പായം കൊടുക്കുമ്പോഴേക്കും മുഅ്മിനീകളെ ചിന്തിക്കണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ട വസ്ത്രം 7 സ്ഥലത്ത് പാന്തോല് കൊണ്ട് തുന്നിയിട്ടുണ്ട്. ഒരാഡംബരങ്ങളും ആഗ്രഹിക്കാത്ത എളിമത്തം പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ട വസ്ത്രത്തിൽ 7 സ്ഥലത്ത് പാന്തോല് കൊണ്ട് തുന്നിയിട്ടുണ്ട്. വലിയ ബഹുമാനത്തോടുകൂടി സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. അലി റളിയല്ലാഹു അൻഹു അടുത്ത് കൊടുക്കുന്നു. അലി റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനത്തോടുകൂടി ചുംബിക്കുകയാണ്. അവിടെ കൂടിയിരുന്ന മുഴുവൻ സഹാബാക്കളും വലിയ ബറക്കത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ട വസ്ത്രം ചുംബിക്കുന്നു. ശേഷം യഹൂദിയായ മനുഷ്യന് ചുംബിക്കുകയാണ്, വലിയ ബഹുമാനത്തോടുകൂടി ചുംബിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നു, മാ അത്തിയ ബഹാദിർ റാഹിയ, എന്തൊരു സുഗന്ധമാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് ആകാശത്തേക്ക് കയ്യും മുഖവും ഉയർത്തി പറയുന്നു, അഷ്ഹദു യാ റബ്ബ് അന്നക വാഹിദുൻ അഹദുൻ ഫർദുൻ സമദ്, ഓ റബ്ബേ നീ ഏകനാണ്, നീ ആരിലേക്കും ആവശ്യമില്ലാത്തവനാണ്. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു റബ്ബേ,
വഅഷ്ഹദു സാഹിബ ഹാദൽ ഖബരി റസൂലുക വഹബീബുക, ഈ ഖബറിൽ കിടക്കുന്ന മഹാൻ നിന്റെ റസൂലാണ്, ഹബീബാണെന്ന് ഞാൻ 100% സാക്ഷ്യപ്പെടുത്തുന്നു. ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ പറയുന്നു, വസദ്ദഖ്തു ബിമാ ഖാൽ, അവിടുന്ന് പറഞ്ഞത് മുഴുവനും ഞാൻ സത്യമാക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇൻ ഖബൽത ഇസ്ലാമി, എന്റെ ഇസ്ലാമിനെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഫഖ്ബിൽ റൂഹിയ സാഅ, ഈ നിമിഷം തന്നെ എന്റെ റൂഹിനെ അങ്ങ് എടുത്തേക്കണേ അല്ലാഹ്. എന്റെ ഇസ്ലാമിനെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ റൂഹിനെ നീ അങ്ങ് മടക്കിയെടുക്കണേ അല്ലാഹ്. ഇങ്ങനെ ദുആരെ കണ്ട താമസം ആ മനുഷ്യൻ അവിടെ കുഴഞ്ഞു വീണ് വഫാത്താവുകയാണ്. ഇസ്ലാം സ്വീകരിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് പ്രകടിപ്പിച്ച് സാക്ഷ്യപ്പെടുത്തി ഇസ്ലാം സ്വീകരിച്ച് റബ്ബിന്റെ അടുത്ത് അങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഇസ്ലാം അങ്ങ് സ്വീകരിച്ചു പോയി. സഹാബാക്കളുടെ മുമ്പിലേക്ക് വഫാത്തായി അങ്ങ് വീഴുകയാണ്. മുഴുവൻ സഹാബാക്കളും അങ്ങ് സ്തംഭിച്ചു നിൽക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെ കഫം ചെയ്തു, കുളിപ്പിച്ച് കഫം ചെയ്തു. ജന്നത്തുൽ ബഖീൽ മറമാടിയ ചരിത്രം മഹാന്മാര് തംബീഹ് പോലെയുള്ള കിതാബുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പർശിച്ച ഓരോന്നിനും മഹത്വം ഉണ്ട്. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ആരെങ്കിലും കാര്യം മനസ്സിലാക്കാതെ തോന്നിവാസം പറഞ്ഞാൽ അത് ഇസ്ലാമിൽ തെളിവല്ല. മഹാന്മാര് രേഖപ്പെടുത്തി വെച്ച ചരിത്രങ്ങള് നമുക്ക് പാഠമാണ്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഒപ്പിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി അത് വിശ്വസിക്കുകയും അത് പ്രവർത്തിക്കുകയും അത് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരിൽ അല്ലാഹു തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ദുആ ചെയ്യുകയാണ്.